ചാനൽ ഒന്നും മാറിപ്പോയിട്ടില്ല. റൈറ്റ് പ്ലേസ്. ഐ ഹാവ് എ ടോഡ്ലർ. അപ്പൊ ആളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളാണ് ഇപ്പൊ കേട്ടത്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഗിവ് അവേ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. ഇത് അത്ര വലിയ ലോങ് വീഡിയോ ഒന്നല്ല. ഫ്യൂ ഡേയ്സ് ബാക്ക് പെൻപാലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 3 people replied. I'm so happy and grateful for those 3 people. ആദ്യത്തെ ആൾക്ക് അയക്കാനുള്ള പെൻപാലിൽ വെക്കാനുള്ള എൻവലപ്പാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഗിവ് അവേന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. ടാസ്ക് ഒന്നും ഇല്ലാതെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിന് സ്ക്വയർ ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ ഷീറ്റിൽ ഫുള്ള് നമ്മൾ സ്ട്രോബെറീസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിത്ത് വാട്ടർ കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട്സ് വരയ്ക്കാം, കുഞ്ഞ് അല്ലെങ്കിൽ റോസസ് വരയ്ക്കാം, അല്ലെങ്കിൽ കുഞ്ഞു ഫ്ലവേഴ്സ് വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. എൻവലപ്പ് പോലെ തന്നെ ഈസിയാണ് ഗിവ് അവേയും ഞാൻ ഉദ്ദേശിക്കുന്നത്. റൂൾസ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. മേക്ക് ഷുവർ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും രണ്ടും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇന്ന് തൊട്ട് ഫെബ്രുവരി 20th ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ആവാം. ആ ഒരു വീഡിയോക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് പറയുന്നില്ല, ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാൻ പറയുന്നില്ല, ഈവൻ നിങ്ങളോട് പോലും വീഡിയോസ് ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോക്ക് ഒരു നല്ല കമന്റ് ചെയ്യാം. എനിക്ക് ഏറ്റവും ജെന്യൂൻ ആയിട്ടും ഇഷ്ടം തോന്നുന്ന കമന്റിനായിരിക്കും ഫസ്റ്റ് പ്രൈസ്. ഒരു കമന്റ് കൂടി എനിക്ക് ഇഷ്ടപ്പെടുമല്ലോ, അതിനാണ് സെക്കൻഡ് പ്രൈസ്. നെക്സ്റ്റ് നമ്മളൊരു ക്യൂട്ട് ടെഡിന്റെ ഫേസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അതും നമ്മൾ വാട്ടർ കളറിൽ തന്നെയാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. ഫേസും പിന്നെ 2 കുഞ്ഞി കൈകളും. നെക്സ്റ്റ് ലെയർ കൂടി സ്ട്രോബെറീസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ കൂടി പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ലെയറും കൂടി കഴിയുമ്പോൾ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രോബെറീസിന്റെ മുകളിൽ കൂടെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റും കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ടും മാറും നമ്മുടെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ പെയിന്റിങ്. ടൈം ഫോർ ദ പ്രൈസ് റിവീൽ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ഒരു കുട്ടി സ്ലിംഗ് ബാഗാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുട്ടി ഗിവ് അവേ ആണ്, അതുകൊണ്ട് ഗിഫ്റ്റ്സും കുട്ടിയാണ്. പോകെ നമുക്ക് വലിയ ഗിവ് അവേസ് ചെയ്യാം. സെയിം ബാഗാണ് ഞാൻ ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഗിവ് അവേ ആയിട്ട് വെക്കുന്നത്. ആൻഡ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ഒരു പെൻസിൽ പൗച്ചാണ്. നല്ല ക്യൂട്ട് കുറേ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉള്ള കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള ഒരു പൗച്ചും ഒരു സ്ലിംഗ് ബാഗും ആണ്. ഫസ്റ്റ് ഐ തോട്ട് എന്തെങ്കിലും ഒരു ഡെസ്ക് ഓർഗനൈസർ പോലെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ ഐ തോട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുക ബാഗ്സ്, പൗച്ചസ് അതൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ റെഡി ആയിട്ടുള്ള, അതായത് നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഷീറ്റ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂൾസ് മറക്കണ്ട. മേക്ക് ഷുവർ നിങ്ങൾ എൻ്റെ 2 പേജും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇന്ന് തൊട്ട് 20th അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഒരു നല്ല കമൻറ്റ് ഇടുക. യു ആർ ഡൺ. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള 2 സൈഡ്സ് ഉണ്ടല്ലോ, അത് തമ്മിൽ വാഷി ടേപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ വരുന്ന പോർഷൻ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഒരു ഫോൾഡ് ഉള്ളിലേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ടെഡിനെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ഒരു കുഞ്ഞു പീസ് നമ്മുടെ എൻവലപ്പിന്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്രിക്കി ആയിട്ടുള്ള പാർട്ട് ഇനിയാണ് വരുന്നത്. നമ്മൾ ടെഡി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് മടക്കുന്ന ഫോൾഡിൻ്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ടെഡിൻ്റെ 2
കുഞ്ഞി കൈകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടെഡിയുടെ മുകളിലല്ല, നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസിലേക്കാണ് നമ്മൾ ടെഡിയുടെ 2 കുഞ്ഞി കൈകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ 2 സൈഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ക്യൂട്ട് ടെഡി പോപ്പപ്പ് കാർഡ് റെഡിയായി. അപ്പൊ നമ്മളെ പോപ്പപ്പ് കാർഡ് റെഡിയായി. ഗിവ് അവേ ആരും മറക്കണ്ട, താല്പര്യമുള്ളവർ ഡു പാർട്ടിസിപ്പേറ്റ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.